കെമിക്കൽ ഡൈസ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അതിലടങ്ങിയിട്ടുള്ള PPD കണ്ടന്റ്, അതുപോലെ ബെസോസിനോള്, അമിനോഫിനോള് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതൊക്കെ തന്നെ നമ്മുടെ ഹെയറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു തവണയെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം ഒരു തവണ നിങ്ങൾ ചെറിയ രീതിയിലുള്ള നര കാണുമ്പോൾ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെ നര വന്ന് തുടങ്ങും എന്നുള്ളതാണ്. നല്ലതെന്ന് തോന്നുന്ന ഏത് ബ്രാൻഡ് വേണേലും ഉപയോഗിക്കാം. നെക്സ്റ്റ് കരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. ഇത് ചെമ്പരത്തി പൂവ് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇതും പൊടിച്ചാണ് ചേർക്കേണ്ടത്. ഇത് നാച്ചുറലായിട്ട് നമുക്ക് മുടി എങ്ങനെയാണ് കളർ അടിക്കുക എന്നൊക്കെ, ഇതൊരു റെഡിഷ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതിയായിരിക്കും. അപ്പം ഇതിപ്പോൾ നമ്മൾ റെഡിഷ് കളർ ആക്കാൻ വേണ്ടിയിട്ടല്ല, മുടി ബ്ലാക്ക് കളർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. പക്ഷേ ഇത് 2 ദിവസമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നത് ഹെന്ന ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു 100 ഗ്രാം ഹെന്ന പൗഡറും 50 ഗ്രാം ചെമ്പരത്തിപ്പൂ പൊടിച്ചതും 40 ഗ്രാം കരിഞ്ജീരകം പൊടിച്ചതും 20 ഗ്രാം നെല്ലിക്ക ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾ നിർബന്ധം ചോദിക്കും, ഈ ഒരു ചെമ്പരത്തിപ്പൂ പൊടിച്ചത് വേണോ, അത് കിട്ടാനില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊന്നുകൂടെ ഒരു ഗുണം തോന്നിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതേ കൂട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ തിളപ്പിച്ചിട്ട് തണുത്ത ബ്ലാക്ക് ടീ അല്ലെങ്കിൽ കട്ടൻ ചായയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും വെക്കേണ്ടത് ഒരു ഇരുമ്പ് ചട്ടിയിലാണ്. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഇതുപോലുള്ള ഗ്ലാസിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിലിട്ട് വെച്ചാലും മതി. പക്ഷെ എപ്പോഴും നല്ലത് അതുപോലുള്ള വെസലിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരു രാത്രി മുഴുവൻ ഇത് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു 1.5 മണിക്കൂർ, മാക്സിമം ഒരു 1.5 മണിക്കൂർ, മിനിമം 1 മണിക്കൂറൊക്കെ നിങ്ങളിത് തലയിൽ വെക്കേണ്ടി വരും. കാരണം നമ്മൾ ഉദ്ദേശിച്ചൊരു ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ രീതി ചെയ്യണം. ഇനി ഈ ദിവസം നിങ്ങൾ ഹെന്ന ചെയ്യുമ്പോൾ എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഉപയോഗിക്കേണ്ടല്ല, ഒന്നും ചെയ്യേണ്ട. ഇതുപോലെ ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് ഡേ ചെയ്യേണ്ടത്, ഇവിടെ നീലയമരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡ് എന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയിട്ടില്ല ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി അതിലേക്ക് മിക്സ് ചെയ്യാൻ ഞാനിവിടെ നേരത്തെ നമ്മൾ തിളപ്പിച്ച പോലെ തന്നെ ഒരു ബ്ലാക്ക് ടീ ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധമില്ല, ചൂടുവെള്ളം ആയാലും മതി. ചൂടോടെയാണ് ഒഴിക്കുന്നത്. അതൊരു പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചൂടോടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്ത് ആ ഒരു ചൂട് തണുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത്രയും സമയം വെച്ചാൽ മതി. അതിന് ശേഷം തന്നെ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ടും നമ്മൾ 1 മണിക്കൂറോളം വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്തത്. അപ്പോഴും നിങ്ങളൊന്നും ഷാമ്പു ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയും ഇടയ്ക്ക് ചെമ്പൻ മുടിയും റെഡ് മുടിയും ഒക്കെ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു ദിവസം കൂടെ ചെയ്യണം.